സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ പൈസയുള്ള ആളുകൾ ആശ്രയിക്കുന്ന സ്ഥലമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസക്കാരും പാവപ്പെട്ടവർക്കൊക്കെ അർഹതപ്പെട്ടതാണ്. കാരണം ഇന്ന് നമ്മൾ ചികിത്സ നിഷേധിക്കരുതെന്ന് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും ശരിക്കും നിയമം ഹൈക്കോടതിയിൽ നിന്ന് പല രീതിയിലുള്ള നിയമങ്ങളുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു നിയമം നിലനിൽക്കെ ഒരു വ്യക്തിക്ക്, അതായത് ചികിത്സാ സഹായം ലഭിക്കാതെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയപരമായ ഒരു അവസ്ഥയാണ്. കാരണം വെച്ചിട്ടാണെങ്കിൽ ആ ഒരു 2 മക്കൾക്ക് ഒരു അച്ഛനെ നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം പരന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആരും കുറേ കാലങ്ങളൊന്നും ജീവിച്ചിരിക്കില്ല. അതൊന്നും മനസ്സിലാക്കിയിട്ട് ഇവരെടുത്ത് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് എന്തിനാന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്തു നിന്നൊരു പരിരക്ഷ കിട്ടും, അതായത് നമുക്ക് ആവശ്യമുള്ള ചികിത്സ ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഉറപ്പ് എന്താ പറയുക, ആ ഒരു ഭാര്യയ്ക്ക് അതേപോലെ തന്നെ ആ ഒരു മക്കൾക്ക് ആ ഒരു അച്ഛനൊരു ആരോഗ്യവാനായിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഹോസ്പിറ്റലുകൾ നമ്മൾ പോകുന്നത്. ആ ഒരു നടപടിക്കെതിരെ തീർച്ചയായിട്ടും ഞാൻ പ്രതിഷേധിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ആർക്കും വരരുത്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും വളർന്നു വരുന്നുണ്ട് മക്കൾ, അവർക്ക് അച്ഛനില്ലാതാവരുത്, അമ്മയില്ലാതാവരുത്, അതും ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം ഈ ഹോസ്പിറ്റലിൽ എല്ലാവരെയും അധിക്ഷേപിക്കില്ല, ചില ആളുകളുണ്ട്, അവർക്കെതിരെയാണ് നമ്മൾ ഈ പ്രക്ഷോഭം പറയുന്നത്, പ്രതിഷേധം അറിയിക്കുന്നത്. അപ്പം ഇത് വിളിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്.